രാജ്യത്ത് കൊറോണ വൈറസ് കേസുകൾ വീണ്ടും വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉയരുകയാണ്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ തിങ്കളാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 3961 സജീവ കോവിഡ് കേസുകളാണ് നിലവിലുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ മുൻപ് സ്വീകരിച്ച കോവിഡ് വാക്സിനുകൾ പുതിയ വകഭേദങ്ങൾക്കെതിരെ എത്രത്തോളം ഫലപ്രദമാകുമെന്നും പുതിയൊരു തരംഗത്തിന് സാധ്യതയുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ പ്രസക്തമാവുകയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ രാജീവ് ബഹൽ ഈ ആഴ്ച ഇന്ത്യയിൽ 4 കൊറോണ വൈറസ് വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പ്രസ്താവിച്ചിരുന്നു. നിലവിൽ സിംഗപ്പൂർ, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് സിംഗപ്പൂരിൽ ജീനോം സീക്വൻസിംഗ് നടത്തിയ സാമ്പിളുകളിൽ ഭൂരിഭാഗവും JN1 വകഭേദങ്ങളാണ്. എന്നാൽ ഈ JN1 വകഭേദം പൂർണ്ണമായും പുതിയ ഒന്നല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ കണ്ടെത്തിയ ഒമിക്രോണിന്റെ ഒരു ഉപവകഭേദമാണിത്. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും കോവാക്സിൻ പരീക്ഷണങ്ങളുടെ 3 ഘട്ടങ്ങളിലും പ്രധാന ഗവേഷകനുമായിരുന്ന ഡോക്ടർ സഞ്ജയ് റായ് JN1 വകഭേദത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. JN1 എന്നത് കൊറോണയുടെ ഒമിക്രോൺ വൈറസിന്റെ ഒരു ഉപവകഭേദമാണ്. ഇത് കണ്ടെത്തിയിട്ട് 1 വർഷത്തിലേറെയായി. ഇതൊരു പുതിയ വൈറസ് അല്ല. ഇത് ഗുരുതരമാകുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാണ്. JN1 വകഭേദത്തെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇത് സാധാരണ ജലദോഷപ്പനി പോലെ നേരിയതോ അതിലും കുറഞ്ഞതോ ആയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. പുതിയ വകഭേദം അപകടകരമാകുമോ എന്നതിനെ കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിദഗ്ധർക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. നാഗ്പൂർ സർക്കാർ മെഡിക്കൽ കോളേജ് മെഡിക്കൽ സൂപ്രണ്ടും കൊറോണ മഹാമാരിയുടെ കാലത്ത് മഹാരാഷ്ട്ര സർക്കാർ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൽ അംഗവുമായിരുന്ന ഡോക്ടർ അവിനാഷ് ഗാവോണ്ടെയുടെ അഭിപ്രായത്തിൽ ഈ വകഭേദം ഒമിക്രോണിനേക്കാൾ തീവ്രത കുറഞ്ഞതാണ്. എന്നിരുന്നാലും ഇത് അതിവേഗം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് രോഗം ബാധിച്ചാൽ ഈ വകഭേദം വഴി അയാൾക്ക് വളരെ വേഗത്തിൽ നിരവധി ആളുകളിലേക്ക് രോഗം വ്യാപിപ്പിക്കാൻ കഴിയും. സാഹചര്യം അത്ര ഗുരുതരമല്ലാത്തതിനാൽ ആളുകൾ ഭയപ്പെടേണ്ടതുമില്ല. എന്നിരുന്നാലും ചെറിയ കുട്ടികൾ, പ്രായമായവർ, മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവർ എന്നിവർ തീർച്ചയായും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വകഭേദം ബാധിച്ചവർ മറ്റുള്ളവരുമായി അകലം പാലിക്കുകയും തങ്ങളിൽ നിന്ന് മറ്റൊരാൾക്ക് രോഗം പകരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ പിടിച്ചു കുലുക്കിയ കൊറോണ വൈറസ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് അപഹരിച്ചത്. അന്ന് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള വാക്സിനേഷൻ യത്നം നടപ്പിലാക്കിയിരുന്നു. കോവാക്സിൻ, കോവിഷീൽഡ് എന്നീ വാക്സിനുകളാണ് ഭൂരിഭാഗം പേർക്കും നൽകിയത്. ചിലർ റഷ്യൻ സ്പുട്നിക് വാക്സിനും സ്വീകരിച്ചിരുന്നു. എന്നാൽ 2-3 വർഷം മുൻപെടുത്ത ഈ വാക്സിനുകൾ നിലവിലെ വകഭേദങ്ങൾക്കെതിരെ ഫലപ്രദമാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മഹാരാഷ്ട്രയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ അവിനാഷ് ഭോൺവെ പറയുന്നത് 2 ഡോസ് വാക്സിനും ബൂസ്റ്റർ ഡോസും എടുത്തവർക്ക് കുറച്ചെങ്കിലും പ്രയോജനം ലഭിക്കുമെന്നാണ്. ഈ വാക്സിനുകൾ ആദ്യത്തെ കോവിഡ് വൈറസിനെതിരെ നിർമ്മിച്ചതാണ്. അവ ആദ്യ വൈറസിനെതിരെ പോലും പൂർണ്ണമായും ഫലപ്രദമായിരുന്നില്ല. വാക്സിൻ എടുത്തതുകൊണ്ട് കൊറോണ വരില്ല എന്ന് പറയാനുമാവില്ല. എന്നാൽ രോഗം വന്നാലും ലക്ഷണങ്ങൾ നേരിയതായിരിക്കാം. 2 ഡോസും ബൂസ്റ്റർ ഡോസും എടുത്തവരിൽ പ്രതിരോധ ശേഷി കൂടുതൽ കാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ 1-2 ഡോസ് മാത്രം എടുത്തവരുടെ പ്രതിരോധ ശേഷി കുറവായിരിക്കാം. അതേസമയം ഡോക്ടർ അവിനാഷ് ഗാവോണ്ടെയുടെ അഭിപ്രായത്തിൽ പഴയ വാക്സിനുകൾ നിലവിലെ വകഭേദത്തിൽ പ്രവർത്തിക്കില്ല. കൊറോണയ്ക്കെതിരെ എല്ലാ വർഷവും വാക്സിൻ എടുക്കുന്നത് പ്രയോജനകരമാകും. ഇതിനായി ഓരോ വർഷവും പുതിയ വാക്സിനുകൾ വികസിപ്പിക്കേണ്ടി വരും എന്നും, കാരണം പുതിയ വകഭേദങ്ങളിൽ പഴയ വാക്സിനുകൾ പ്രവർത്തിക്കില്ല എന്നും വ്യക്തമാക്കി. 1 വർഷം മുൻപ് നൽകിയ ഇൻഫ്ലുവൻസ വാക്സിൻ അടുത്ത വർഷം പ്രയോജനകരമല്ലാതാവുകയും പുതിയ വാക്സിൻ വികസിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ കൊറോണയെ പൂർണ്ണമായും നിയന്ത്രിക്കണമെങ്കിൽ പുതിയ വാക്സിനുകൾ വികസിപ്പിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ചില ആളുകളിൽ പഴയ വാക്സിനുകളിൽ നിന്നുള്ള പ്രതിരോധ ശേഷി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നിലവിലെ വകഭേദത്തിനെതിരെ പോരാടാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഗവേഷണം ചെലവേറിയതായതുകൊണ്ട് പുതിയ വാക്സിൻ ഉണ്ടാക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് ഡോക്ടർ അവിനാഷ് ഭോൺവെ കരുതുന്നത്. കൊറോണയുടെ പുതിയ വകഭേദങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിനാൽ ഓരോ തവണയും പുതിയ വാക്സിൻ ഉണ്ടാക്കുന്നത് പ്രായോഗികമല്ല. കാരണം ഗവേഷണത്തിന് ധാരാളം പണം ആവശ്യമാണ്. ഡോക്ടറെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. കൊറോണയുടെ പുതിയ വകഭേദം അതിവേഗം പടരുന്നുണ്ടെങ്കിലും
ഒരു പുതിയ തരംഗത്തിനുള്ള സാധ്യത കുറവാണെന്നാണ് ഡോക്ടർ അവിനാഷ് ഗാവാൻഡെ പറയുന്നത്. ഇതിന് അദ്ദേഹം 3 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമതായി, നമ്മുടെ രാജ്യത്ത് വലിയൊരു വിഭാഗം ആളുകൾക്ക് വാക്സിൻ നൽകിയിട്ടുണ്ട്. അതിനാൽ ചില ആളുകളെങ്കിലും ഈ വകഭേദത്തിനെതിരെ പോരാടാൻ കുറഞ്ഞത് പ്രതിരോധശേഷിയെങ്കിലും ഉണ്ടാകും. രണ്ടാമതായി, ഈ വകഭേദം അതിവേഗം പടരുന്നുണ്ടെങ്കിലും ഇതിന്റെ തീവ്രത കുറവാണ്. നിരവധി ആളുകൾക്ക് രോഗം ബാധിച്ചാലും അത് വേഗത്തിൽ ഭേദമാകും. അതിനാൽ മുൻപത്തെ പോലെ ഒരു സാഹചര്യം ഉണ്ടാകില്ല. മൂന്നാമതായി, ഒരാൾക്ക് ഈ വകഭേദം ബാധിച്ചാൽ പോലും രോഗത്തിന്റെ തീവ്രത കുറവായതുകൊണ്ട് അത് അറിയണമെന്നില്ല. എന്നിരുന്നാലും ഈ വകഭേദം ബാധിച്ച ശേഷം വ്യക്തിയുടെ ശരീരത്തിൽ ഇതിനെതിരെ പോരാടാനുള്ള പ്രതിരോധശേഷി വികസിക്കാൻ സാധ്യതയുണ്ട്. പുതിയ JN.1 വകഭേദം ഒമിക്രോണിന്റെ ഒരു ഉപവകഭേദമാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ നേരിയതായതുകൊണ്ടും ഗുരുതരമല്ലാത്തതുകൊണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം കുറവാണ്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചാലും കൂടുതൽ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല. അതോടൊപ്പം മരണനിരക്കും കുറവാണ്. അതിനാൽ കൊറോണയുടെ പുതിയ തരംഗം വരുമെന്ന് പറയാനാവില്ല. എന്നാൽ മറ്റു രോഗങ്ങളുള്ളവർ തീർച്ചയായും ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ ഗാവാൻഡെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ കൊറോണയുടെ പുതിയ വകഭേദങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും മുൻകാല വാക്സിനേഷനുകളും രോഗം വന്നുപോയതിലൂടെ ആർജിച്ച പ്രതിരോധശേഷിയും കാരണം വലിയൊരു തരംഗത്തിനുള്ള സാധ്യത കുറവാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നിരുന്നാലും ജാഗ്രത കൈവിടാതിരിക്കുകയും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ദുർബലരായ വ്യക്തികൾ. വൈറസ് ബാധയേറ്റ് 2 മുതൽ 14 ദിവസങ്ങൾക്ക് ശേഷം ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. ലക്ഷണങ്ങൾ നേരിയതായി തുടങ്ങാം. ചിലരിൽ കൂടുതൽ ഗുരുതരമായ ലക്ഷണങ്ങളിലേക്ക് പുരോഗമിക്കാം. COVID-19 ലക്ഷണങ്ങളായി പനി അല്ലെങ്കിൽ വിറയൽ, ചുമ, ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, തൊണ്ടവേദന, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ രുചിയോ മണമോ നഷ്ടപ്പെടുന്ന അവസ്ഥ, ക്ഷീണം, പേശീവേദന, ശരീരവേദന, തലവേദന, ഓക്കാനം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതും അനിവാര്യമാണ്.